ഞങ്ങളുടെ 10 ഡേയ്സ് വരുന്ന ശ്രീലങ്ക ബഡ്ജറ്റ് ട്രിപ്പിലെ ലാസ്റ്റ് വീഡിയോ ആണിത്. ശ്രീലങ്കയുടെ തെക്കേയറ്റത്തുള്ള മിറീസ, ഗോൾ എന്നീ ടൗണുകളും ഗോളിൽ നിന്ന് കൊളംബോയിലേക്കുള്ള ഒരു അടിപൊളി ലോക്കൽ ട്രെയിൻ യാത്രയുമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു ശ്രീലങ്ക. ശ്രീലങ്കയുടെ തെക്കേയറ്റത്തുള്ള മിറീസ എന്നൊരു ബീച്ച് ടൗണിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. സൺറൈസ് ടൈമാണ്, വെളിച്ചമായി വരുന്നേ ഉള്ളൂ. ഇവിടെ ഒരു ബീച്ച് വ്യൂ പോയിന്റ് ഉണ്ട്, അവിടേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ചെറിയൊരു കുന്നിൻ്റെ മുകളിലായിട്ടാണ് ഈ വ്യൂ പോയിന്റ്. ഇങ്ങനത്തെ ഒരു വ്യൂ ആണ് ഇവിടുന്ന് കിട്ടുന്നത്. കുറേ തെങ്ങുകളൊക്കെ ഉണ്ട്. ഇവിടുത്തെ തെങ്ങുകൾ നിൽക്കുന്ന കാണാനായിട്ട് നല്ല രസമാണ്. എന്ത് രസമാണല്ലേ ഇവിടെ നിന്നുള്ള ബീച്ച് വ്യൂ. ലൈറ്റ് കുറവായതുകൊണ്ട് ക്യാമറ ചിലപ്പോൾ ശരിക്കും കിട്ടുന്നുണ്ടാവില്ല. കുറേ പേര് രാവിലെ തന്നെ മീൻ പിടിക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഇവർ യൂസ് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ള പോലത്തെ അല്ല കേട്ടോ, കുറച്ച് ഡിഫറെൻ്റ് ആണ്. അതുപോലെ കുറച്ച് ഫോറിനേഴ്സ് ഇവിടെ സർഫിങ് ചെയ്യുന്നുണ്ട്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള വേവാണ് സർഫിങ്ങിന് പറ്റിയ പോലത്തെ. ഇവിടുന്ന് താഴേക്ക് ഇറങ്ങിയ മിറീസയിലെ മെയിൻ ബീച്ചിൻ്റെ ഭാഗത്തേക്ക് എത്താൻ പറ്റും. പ്രോപ്പറായിട്ട് അങ്ങനെ വഴിയൊന്നുമില്ല, ഇതിക്കടെ അങ്ങ് ഇറങ്ങി പോകണം. ബീച്ചിൻ്റെ സൈഡിൽ തന്നെയുള്ള ഒരു കഫേയാണിത്. രാവിലെ ആയതുകൊണ്ട് ഓപ്പൺ ചെയ്തിട്ടില്ല. നോക്കി എന്ത് ഭംഗിയായിട്ടാണല്ലോ ഇവർ ഈ സ്ഥലമൊക്കെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. ഇവിടെ നടക്കുന്ന വഴിയൊക്കെ നോക്കി, ഒരു ചെറിയ മിഠായി കടലാസ് പോലും ആരും ഇട്ടിട്ടില്ല. നമ്മുടെ നാട്ടിലാണെങ്കിലോ ഇവിടെ മുഴുവൻ പ്ലാസ്റ്റിക് ബോട്ടിൽസും ചിപ്സിൻ്റെ പാക്കറ്റും ഒക്കെ ആയിരിക്കും. ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ഉള്ള രാജ്യമാണ് ശ്രീലങ്ക. എങ്കിലും സ്ഥലങ്ങളൊക്കെ ക്ലീനാക്കി വെക്കാൻ ഇവരെടുക്കുന്ന എഫേർട്ടിന് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. ക്യാഷല്ല, ശരിക്കും ആറ്റിറ്റ്യൂഡാണ് ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ ഇമ്പോർട്ടൻറ്റ്. ഗവൺമെൻറ്റിനെ പോലെ തന്നെ പോകുന്ന സ്ഥലങ്ങളൊക്കെ നീറ്റായിട്ട് സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ ഈ കാര്യത്തിൽ നമ്മൾ കുറച്ചും കൂടെ ശ്രദ്ധ കൊടുക്കണം. ആ കാണുന്ന പാറയുടെ അങ്ങോട്ടൊക്കെ നമുക്ക് പോകാൻ പറ്റും കേട്ടോ. അത്രയ്ക്ക് ആഴമൊന്നുമില്ല, പക്ഷെ നമ്മൾ പോകുന്നില്ല. കാരണം കയ്യിൽ ഫോണുണ്ട്. ഫോണുള്ളപ്പോൾ നമ്മൾ കടലിനടുത്തേക്ക് പോകുന്നത് എങ്ങനെ വന്നാലും കുറച്ച് റിസ്ക്കാണ്. അതിപ്പോൾ ഏത് വാട്ടർ പ്രൂഫ് ഫോണാണെങ്കിലും നമ്മൾ കടൽ വെള്ളമായിട്ട് കോൺടാക്റ്റ് വരുത്താണ്ടിരിക്കുകയാണ് നല്ലത്. ചാർജിങ് ബോട്ടിലൊക്കെ ഉപ്പുവെള്ളം പോയി കഴിഞ്ഞാൽ നല്ല പണി കിട്ടാൻ സാധ്യതയുണ്ട്. നമുക്ക് അനുഭവമുണ്ട്. നമുക്കൊരു ലോക്കൽ ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻറ്റ് നോക്കി കുറച്ച് നടക്കേണ്ടി വന്നു. ഇവിടെ കൂടുതലും വെസ്റ്റേൺ ഫുഡ് കിട്ടുന്ന കടകളാണ്. ഇടിയപ്പവും ചിക്കൻ കറിയാണ് പറഞ്ഞത്. അതിലൂടെ ഒരു പംകിൻ കറി ഉണ്ടായിരുന്നു. നല്ല ഫുഡായിരുന്നു. നമ്മുടെ കേരള ഫുഡുമായിട്ട് ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട് ശ്രീലങ്കയിലെ ഫുഡിന്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം നമ്മൾ പോയി റൂം ചെക്കൗട്ട് ചെയ്തു. ഇനി നമ്മൾ ഗോൾ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാണ്. ഇവിടെ ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്ന വഴിക്ക് ഒരു കടയുണ്ട്. നമ്മൾ ഇന്നലെ തന്നെ നോക്കി വെച്ചതായിരുന്നു. ഇവിടെ നമ്മുടെ മുള്ളൻചക്കയുടെ ജ്യൂസ് കിട്ടും. ഞാനിതേവരെ ഇതിൻ്റെ ജ്യൂസ് കഴിച്ചിട്ടില്ല. ഈ പഴവും ഞാൻ കഴിച്ചിട്ടില്ല. ഈ ഭാഗത്തേക്ക് എറണാകുളം സൈഡിലേക്കൊക്കെ ഇത് തീരെ കുറവാണ് പൊതുവെ. നമ്മളൊരു മുള്ളൻചക്കയുടെ ജ്യൂസ് പറഞ്ഞു. സംഭവം കൊള്ളായിരുന്നു കേട്ടോ. ഇവിടുത്തെ 300 രൂപയാണായേ, നാട്ടിലെ 75 രൂപ. നമുക്ക് ഗോളിലേക്ക് പോകാനായിട്ട് ബസ് കിട്ടി. കോഴിക്കോട് കണ്ണൂർ ഭാഗത്തൊക്കെ ഉള്ള പോലെ ഫുൾ ഡെക്കറേറ്റ് ചെയ്ത ബസ്സാണ്. ഇവിടെ നിന്ന് 35 കിലോമീറ്ററാണ് ഗോൾ വരെയുള്ള ഡിസ്റ്റൻസ്. ഏകദേശം 1.5 മണിക്കൂറോളം എടുക്കുമായിരിക്കും. ഈ ബസ്സിൽ നിന്ന് വെളിയിലേക്ക് നോക്കിയാൽ നല്ല അടിപൊളി കാഴ്ചകളാണ്. കടലിനോട് ചേർന്നിട്ടാണ് ഈ റോഡ് പോകുന്നത്. കടലിന് നല്ല ബ്ലൂ കളറാണ്. ഇവിടെ എല്ലായിടത്തും നിറയെ റിസോർട്ടുകളും ഹോം സ്റ്റേകളും ഒക്കെയാണ്. അതേപോലെ വാട്ടർ സ്പോർട്സ്, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സർഫിങ്, സ്നോർക്കലിംഗ്, അങ്ങനത്തെ ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ ആക്ടിവിറ്റീസ് കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമല്ലേ ഉള്ളൂ. അതേപോലെ നാട്ടിൽ നിന്ന് മറ്റൊരു ഡിഫറൻസ് തോന്നിയതെന്ന് വെച്ചാൽ ഇവിടെ എല്ലായിടത്തും ഫോറിനേഴ്സ് ഉണ്ട്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇപ്പോൾ കോവളം, വർക്കല അല്ലെങ്കിൽ ആലപ്പുഴ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമല്ലേ ഫോറിനേഴ്സ് പോകുന്നുള്ളൂ. ഇവിടെ ഈ കടലിൻ്റെ തീരത്തുള്ള എല്ലാ സ്ഥലങ്ങളിലും ഫോറിനേഴ്സ് വരുന്നുണ്ട്. ഗോൾ ടൗൺ എത്തി. ഇവിടെ നിന്ന് ഒരു 8 കിലോമീറ്ററും കൂടെ ഉണ്ട് നമ്മുടെ ഹോം സ്റ്റേയിലേക്ക്. വേറൊരു ബസ് കൂടെ കയറേണ്ടി വരും. അവിടെ പോകുന്നതിന് മുമ്പ് നമുക്കിവിടെ ഒരു നല്ല കടയുണ്ടെന്ന് കണ്ടായിരുന്നു, ഊണൊക്കെ കിട്ടുന്നത്. അവിടെ പോയിട്ട് ഒരു പാഴ്സൽ വാങ്ങിയിട്ട് പോകണം. ശ്രീലങ്കയിലെ സദേൺ പ്രൊവിൻസിലെ ഏറ്റവും വലിയ ടൗണാണ് ഗോൾ. ഇവിടുത്തെ ഫോർട്ടാണ് ഫേമസ് ടൂറിസ്റ്റ് അട്രാക്ഷൻ. അത് നമുക്ക് വൈകുന്നേരം വന്ന് കാണാം. നമ്മൾ ബുക്ക് ചെയ്ത ഹോം സ്റ്റേയിലെത്തി. ബീച്ചിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വുഡൻ ഹൗസാണിത്. ഇതാണ് ഇവിടുത്തെ ബാൽക്കണി എന്നുള്ള വ്യൂ വരുന്നത്. എന്ത് രസമല്ലേ കാണാൻ.
കടലിൻ്റെ തൊട്ട് മുന്നിൽ തന്നെയാണിത്. ഇതൊക്കെ ബാക്ക് പാക്കേഴ്സിന് ബഡ്ജറ്റിൽ താമസിക്കാൻ വേണ്ടിയുള്ള പ്രോപ്പർട്ടീസാണ് കേട്ടോ. ഒരുപാട് സൗകര്യമൊന്നും ഉണ്ടാവില്ല, പക്ഷെ ലൊക്കേഷനാണ് മെയിൻ. തൊട്ടപ്പുറത്ത് അത്യാവശ്യം വലിയൊരു ഹോം സ്റ്റേ ആണ്. അവരാണ് ഈ ചെയറൊക്കെ ഇട്ടേക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യായിരിക്കും, ആരും പറയാൻ ചാൻസ് ഇല്ല. നമ്മൾ ഗോൾ ടൗണിൽ നിന്ന് വാങ്ങിയ ഫുഡ് കഴിച്ചു നോക്കാൻ പോവുകയാണ്. 2 പൊതിച്ചോറാണ് നമ്മൾ വാങ്ങിയത്. ഒരു ബീഫ് പൊതിച്ചോറും ഒരു ഫിഷ് പൊതിച്ചോറും. അവിടെ ഒരു വെള്ളക്കടയിൽ നിന്നൊരു ഷോപ്പിൽ നിന്നാണ് നമ്മളിത് വാങ്ങിയത്. ഗൂഗിൾ മാപ്പിൽ നാട്ടുകാരുടെ കുറേ നല്ല റിവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ടെന്ന് നമുക്ക് കഴിച്ചു നോക്കാം. ബീഫ് പൊതിച്ചോറാണ് നമ്മൾ ആദ്യം പൊട്ടിച്ചത്. അത് ബീഫ് കൂടാതെ മത്തങ്ങാക്കറി പിന്നെ പാവയ്ക്ക ഉണ്ടായിരുന്നു. അതുപോലെ മിക്കവാറും എന്ത് വാങ്ങിയാലും അതിൻ്റെ കൂടെ ദാലും സാമ്പോലും ഉണ്ടാവും. ഇവിടെ ഉണ്ടായിരുന്നു അത്. ഈ ഇരിക്കുന്ന പാഷൻ ഫ്രൂട്ട് ജ്യൂസ് നമുക്ക് ഈ ഹോം സ്റ്റേന്ന് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് തന്നതാണ്. റിയൽ പാഷൻ ഫ്രൂട്ട് വെച്ച് ഉണ്ടാക്കിയതാണ്, സിറപ്പല്ല. ഇവിടുത്തെ ചെറിയ ഹോം സ്റ്റേകളിൽ പോലും നല്ല അടിപൊളി സർവീസാണ്. ഫിഷ് പൊതിച്ചോറും കൊള്ളായിരുന്നു. ബീഫിന് പകരം ഫിഷ്, ബാക്കി എല്ലാ കറികളും സെയിം ആണ്. ബീഫ് പൊതിച്ചോറിന് 500 രൂപയും ഫിഷിന് 350 രൂപയാണ് വില വന്നത്. വെറുത്തായിരുന്നു, നല്ല ക്വാണ്ടിറ്റി ഉണ്ടായി ചെറിയ രൂപയ്ക്ക് തന്നെ. ഞങ്ങൾ ഗോൾ ടൗണിലേക്ക് വന്നു. ഇവിടെ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്ത് തന്നെ സ്ട്രീറ്റ് ഫുഡ് കിട്ടുന്ന കുറച്ച് കടകളുണ്ട്. ഇവിടെ ഒരു ഉന്തുവണ്ടിയിൽ ചിപ്സും സ്വീറ്റ്സും ഒക്കെ വിൽക്കുന്നുണ്ട്. പക്ഷെ നമ്മളൊന്നും വാങ്ങിയില്ല, നമുക്ക് കഴിക്കാൻ തോന്നാത്ത വിധം കളർഫുള്ളായിപ്പോയി ഈ ഫുഡൊക്കെ. ഇനി നമ്മൾ പോകുന്നത് ഗോൾ ഫോർട്ട് ഏരിയയിലേക്കാണ്. അവിടെ ഏതായാലും ഇഷ്ടംപോലെ ഫുഡ് സ്റ്റോൾസൊക്കെ ഉണ്ടാവും, അവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാം. ബസ് സ്റ്റാൻഡിൽ നിന്ന് 2 കിലോമീറ്ററാണ് ഗോൾ ഫോർട്ടിലേക്കുള്ളത്. ഇപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് വലിയ വെയിലൊന്നുമില്ല, സുഖമായിട്ട് നടക്കാം. നടന്നു പോകുമ്പോൾ നമുക്ക് വഴിയിലെ ഈ മാർക്കറ്റിലെ കാഴ്ചകളൊക്കെ കാണാമല്ലോ. നമ്മൾ ഫോർട്ട് ഏരിയയിലേക്ക് എത്തി. ഓൾറെഡി സമയം 7 മണി ആവാറായി. ആകെ വെളിച്ചമൊക്കെ പോയി. നമുക്ക് എന്തോരം കാണാൻ പറ്റുന്ന അറിയില്ല. ഈ ഭാഗത്തൊക്കെ നോക്കി, ഫുൾ നല്ല ക്യൂട്ട് കഫേസാണ്. ഇവർ റോഡ് സൈഡിലൊക്കെ നല്ല കസേരയൊക്കെ ഇട്ടിട്ട് നല്ല രസമാക്കി വെച്ചിട്ടുണ്ട് ഫുള്ള്. പക്ഷെ ഇവിടെ ഒന്നും തീരെ ആൾക്കാരെ കാണാനില്ല. ഞാൻ പ്രതീക്ഷിച്ച് കുറേ ആൾക്കാർ ഇവിടെ ഉണ്ടാവുന്നതായിരുന്നു. നമ്മൾ കുറച്ചുകൂടെ ഉള്ളിലേക്ക് വന്നപ്പോൾ അത്യാവശ്യം ലൈറ്റും ആൾക്കാരും എല്ലാം ഉണ്ട്. ഈ ഗോൾ ഫോർട്ട് പണിത് പോർച്ചുഗീസുകാരാണ് 1588. അതിനുശേഷം 17-ാം നൂറ്റാണ്ടായപ്പോൾ ഡച്ചുകാരാണിത് ഇത്രയും ഡെവലപ്പ് ചെയ്തെടുത്തത്. അതുകൊണ്ട് ഇത് ഗോൾ ഡച്ച് ഫോർട്ട് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഇതൊരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റും കൂടെയാണ്. സോ ഹിസ്റ്റോറിക്കലി ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള പ്ലേസാണ് ഈ ഗോൾ ഫോർട്ട്. അതുപോലെ 2004 സുനാമി വന്ന സമയത്ത് ഗോളിൽ ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും ഈ ഗോൾ ഫോർട്ടിന് കാര്യമായിട്ട് പ്രശ്നമൊന്നും ഉണ്ടായില്ല. അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ളൊരു കൺസ്ട്രക്ഷനാണ് ഈ ഗോൾ ഫോർട്ടിൻ്റെ. സമയം ഇപ്പോൾ രാവിലെ 6 മണിയാണ്. നേരെ വെളുത്ത് വരുന്നതേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ശ്രീലങ്കയിലെ ലാസ്റ്റ് ദിവസം. ഇന്ന് നമ്മൾ ഗോളിയിൽ നിന്ന് കൊളംബോയിലേക്ക് പോകും. നാളെ രാവിലെ 4 മണിക്കാണ് നമുക്ക് അവിടുന്ന് കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റ്. ഈ സൺറൈസ് ടൈമിൽ ഈ ബീച്ചിലെ കാഴ്ചകൾ കാണാൻ എന്ത് രസമാണല്ലേ. ഞങ്ങൾ എവിടെ ട്രിപ്പ് പോയാലും രാവിലെ സൺറൈസ് ടൈമിലൊന്ന് എണീറ്റിട്ട് വെളിയിൽ പോയി നോക്കാൻ ട്രൈ ചെയ്യാറുണ്ട്. ആ സമയത്ത് കാണുന്ന കാഴ്ചകൾക്കൊരു പ്രത്യേക ഭംഗിയായിരിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസം മിറീസയിൽ വെച്ച് കണ്ട പോലത്തെ വഞ്ചികൾ ഇവിടെ കിടപ്പുണ്ട്. നമ്മുടെ നാട്ടിലെ വഞ്ചി പോലെയല്ല, അത് കുറച്ച് വ്യത്യാസമുണ്ട്. നമുക്കൊന്ന് അടുത്ത് പോയി നോക്കാം. ഈ ബോട്ടിൻ്റെ സൈഡിൽ നിന്നൊരു ഭാഗം ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽപ്പുണ്ട്. ഇത് ബാലൻസ് ചെയ്യാനാണെന്ന് തോന്നുന്നു, കൃത്യമായിട്ട് അറിയില്ല. ശ്രീലങ്കൻ ട്രഡീഷണൽ കാറ്റമറാൻ എന്നാണ് ഈ ടൈപ്പ് ബോട്ടുകളെ പറയുന്നത്. ഇത് വേറൊരു ടൈപ്പാണ്, 2 വഞ്ചികൾ കണക്ട് ചെയ്തിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വഞ്ചി. നമുക്ക് അധികം വൈകാതെ തന്നെ റൂം ചെക്കൗട്ട് ചെയ്യണം. ഗൗളിൽ നിന്ന് ഒരു 9 മണിക്കൊരു ട്രെയിൻ ഉണ്ട് കൊളംബോയ്ക്ക്. പറ്റുവാണെങ്കിൽ അതിന് തന്നെ പോകാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇനി ഒരു 20 മിനിറ്റും കൂടെ ഉണ്ട് ട്രെയിൻ പോകാനായിട്ട്. കൊളംബോയിലേക്ക് ഒരു 3-4 മണിക്കൂറാണ് ജേർണി ടൈം വരുന്നത്. അപ്പോൾ ഒരു ഉച്ചയോടുകൂടി നമ്മൾ ഏതായാലും കൊളംബോ എത്തും. അവിടെ എത്തിയിട്ട് നമ്മൾ നേരത്തെ താമസിച്ച ഹോസ്റ്റലിൽ ലഗേജ് കൊടുത്തിട്ട് കൊളംബോ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനാണ് നമ്മുടെ പ്ലാൻ. ഈ സ്റ്റേഷൻ നോക്കി, ഒട്ടും ആൾക്കാരില്ല. ശ്രീലങ്കയിലെ പല സ്റ്റേഷനിലും ഇങ്ങനെയാണ്, ആൾക്കാർ പൊതുവേ കുറവാണ്. എനിക്ക് തോന്നുന്നത് ബസ്സായിരിക്കും ചിലപ്പോൾ ട്രെയിനിനേക്കാളും പെട്ടെന്ന് എത്തുന്നത്. ഈ ട്രെയിനൊക്കെ പൊതുവേ നല്ല സ്ലോ ആയിട്ടാണ് പോകുന്നത്. ഇതാണ് നമ്മുടെ ട്രെയിൻ. ഒരു അതിപുരാതനമായൊരു ട്രെയിനാണ്. തീരെ ആൾക്കാരില്ല, ആകെ 1-2 ആൾക്കാർ അവിടെ ഇവിടെ ആയിട്ട് ഇരിപ്പുണ്ട്, അത്രേ ഉള്ളൂ. സിഗ്നൽ കൊടുത്തു, വണ്ടി പതുക്കെ സ്റ്റാർട്ട് ചെയ്തു. ഓൾറെഡി 10 മിനിറ്റ് ലേറ്റായിട്ടാണ് പോകുന്നത്.
സ്ലോ ട്രെയിൻ എന്നാണ് ട്രെയിനിൻ്റെ പേര് തന്നെ. അപ്പോൾ ഏതായാലും യാത്ര സ്ലോ ആയിരിക്കും. നമ്മൾ കുറച്ച് ഫുഡ് ഐറ്റംസൊക്കെ വാങ്ങിയിട്ടുണ്ട്. നമുക്കതൊക്കെ കഴിച്ചുകൊണ്ട് പതുക്കെ പോവാം. ഇത് നമ്മുടെ അട പോലത്തെ ഒരു സംഭവമാണ്. വട്ടയിൽ വെച്ചാണ് ഇത് പൊതിഞ്ഞേക്കുന്നത്. റാഗി വെച്ചാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് തോന്നുന്നു. അതിൻ്റെ ഉള്ളിൽ തേങ്ങയും ശർക്കരയും വെച്ചിട്ടുള്ള സ്റ്റഫിംഗ് ആണ്. നമ്മുടെ സെയിം അട, വേറെ വ്യത്യാസമൊന്നുമില്ല. എന്തോ അകത്തുണ്ട് സാധനം. എങ്ങനെയുണ്ട്? എരിവാണോ? ട്രെയിനിൽ നിന്ന് വെളിയിലേക്ക് നോക്കിയാൽ നല്ല അടിപൊളി കാഴ്ചകളാണ്. കൊളംബോയ്ക്കുള്ള റോഡാണ് സൈഡിൽ കാണുന്നത്. ഇവിടെ ട്രെയിനും റോഡും ഇങ്ങനെ പാരലായിട്ടാണ് പോകുന്നത്. എന്ത് ഭംഗിയാണല്ലേ തെങ്ങിൻ തോപ്പൊക്കെ കാണാനായിട്ട്. ചെറിയൊരു തമിഴ്നാട് ഫീലാണ് കിട്ടുന്നത്. ചെന്നൈയിൽ നിന്ന് പോണ്ടിച്ചേരിക്ക് ഈസിയർ റോഡ് വഴി പോകുമ്പോൾ ഏതാണ്ട് സിമിലർ ആയിട്ടുള്ള വ്യൂസൊക്കെയാണുള്ളത്. ഇവിടെയൊക്കെ വലിയ വലിയ റിസോർട്ടുകളാണ്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ഈ ശ്രീലങ്കയുടെ കോസ്റ്റൽ ഏരിയ മുഴുവൻ ഇതുപോലെ ഫുൾ ടൂറിസമാണ്. നമ്മുടെ നാട്ടിൽ എന്തോരം നല്ല ബീച്ചൊക്കെയല്ലേ ഉള്ളത്. പക്ഷേ ടൂറിസം ഇത് വെച്ച് നോക്കുമ്പോൾ തീരെ ഇല്ലയെന്ന് തന്നെ പറയേണ്ടി വരും. ഇവിടെ റിസോർട്ടുകളൊന്നും ഇല്ലാത്ത ഒരു ഏരിയ പോലും ഇല്ല. എല്ലായിടത്തും ഇതുപോലെ ഹോം സ്റ്റേ അല്ലെങ്കിൽ റിസോർട്ടും ഹോട്ടലും ഒക്കെയാണ്. എന്ത് അടിപൊളി ബീച്ചാണല്ലേ. ഹിക്കാഡുവ എന്ന് പറഞ്ഞൊരു ഫേമസ് ആയിട്ടുള്ള ബീച്ചുണ്ട്. ഏതാണ്ട് ആ ഏരിയയിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഗോൾ കൊളംബോ റൂട്ടിൽ ഒരുപാട് ഫേമസ് ബീച്ചുകളുണ്ട്. ഈ റൂട്ട് ശരിക്കും അണ്ടർ റേറ്റഡ് ആണ് കേട്ടോ. ഞങ്ങൾക്കറിയില്ലായിരുന്നു ഇത്രയും നല്ല വ്യൂസ് ഉണ്ട് ഈ വഴി പോയാലെന്ന്. നമ്മൾ ജസ്റ്റ് കൊളംബോയ്ക്കുള്ള ട്രെയിൻ എടുത്തുവെന്നേ ഉള്ളൂ. ഇത്രയും നല്ല ബീച്ചിൻ്റെ സൈഡിൽ കൂടെയാണ് ഇത് പോകുന്നതെന്ന് നമുക്ക് അറിയണ്ടായില്ല. ആ കൊളംബോ എല്ലാം മെയിൻ റൂട്ടിലൊക്കെ എന്തൊരു തിരക്കാണ്, ഫുൾ ടൂറിസ്റ്റുകളാണ്. ഏതാണ്ട് സിമിലർ ആയിട്ടുള്ള രീതിയിലുള്ളൊരു വ്യൂസാണ് നമുക്ക് ഇവിടെയും കിട്ടുന്നത്. അവിടെ മലകളാണെങ്കിൽ പകരം ഇവിടെ കടലാണെന്ന് മാത്രമേ ഉള്ളൂ. അത്രയ്ക്ക് നല്ല വ്യൂ ആണ് ഇവിടെ ഉള്ളത്. പക്ഷെ ടൂറിസ്റ്റുകൾ തീരെ ഇല്ല ഈ റൂട്ടിൽ. ആകെ ട്രെയിനിൽ 5-6 ടൂറിസ്റ്റുകളെ ഞങ്ങൾ കണ്ടുള്ളൂ. കൊളംബോ ടൗൺ എത്താറായി. നമ്മൾ ഫസ്റ്റ് ഡേ വന്ന ഗോൾഫേസ് മാളിൻ്റെയൊക്കെ അടുത്തേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഒരു 10-20 മിനിറ്റിനുള്ളിൽ കൊളംബോ എത്തുമെന്ന് തോന്നുന്നു. ശ്രീലങ്കയിലെ യാത്ര ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളൊക്കെ ഒത്തിരി ബെറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. ശ്രീലങ്ക ട്രാവൽ സീരീസ് ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു സ്ഥലത്തെ കാഴ്ചകളുമായി കാണാം.